അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ ബഹുമാന്യം നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ സാരഥികൾ, പ്രിൻസിപ്പൽ അസീബ് സർ, എൻ്റെ പ്രിയങ്കരായ അധ്യാപകർ, എന്നെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് എന്നെ വളർത്തിയിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയ രക്ഷിതാക്കൾ, എൻ്റെ സഹപാഠികൾ, അതോടൊപ്പം ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. 1998 അസബായിൽ നിന്ന് പഠിച്ചു പോയത്. അതിനുശേഷം പല സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ചടങ്ങിലേക്കും ഇതുപോലെ ഒരു പരിപാടിയിലേക്കും ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഈ സ്ഥാപനത്തിൻ്റെ 50ാം വാർഷികത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങായി എന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. 93 പ്രീ ഡിഗ്രിക്കാണ് ഇങ്ങോട്ട് വന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ BA ഹിസ്റ്ററി ഈ കോളേജിൽ അവസാനത്തെ ബാച്ചാണ് എൻ്റെ ബാച്ച്. അതിനുശേഷം BA ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. ചരിത്രം എന്ന് പറയുന്നത് ഒരു മഹാപ്രവാഹമാണ്, മഹാസമുദ്രമാണ്. അതിനോളം പഠിക്കേണ്ട മറ്റൊരു വിഷയമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് ചരിത്രം പറഞ്ഞു തന്നത് അതിൻ്റെ ആദ്യ പാഠങ്ങളും അത് പഠിക്കാനുള്ള പ്രേരണയും നൽകിയ കുറേ അധ്യാപകർ, അവരാരും ഇവിടെ വന്നിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. 3-4 പേരാണ്. 1-ാം വർഷത്തിൽ പ്രീ ഡിഗ്രി പഠിപ്പിച്ച ഹക്കീം സാറ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന. 2-ാം വർഷം പഠിപ്പിച്ചത് 2 പേരായിരുന്നു. ഒന്ന് ഇവിടെ തന്നെ പഠിച്ചിരുന്ന ഹിബത്തുള്ള എന്ന് പറഞ്ഞ ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള ഖാദർ ഖാൻ്റെയൊക്കെ ബാച്ചിലുണ്ടായിരുന്ന. കുറഞ്ഞ സമയമേ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളൂ എങ്കിലും ആ പഠിപ്പിച്ച 857 വിപ്ലവമൊക്കെ മനസ്സിലിങ്ങനെ വിപ്ലവമായി നിൽക്കുന്നുണ്ട്. അതേ വർഷം പുലാമന്തോൾ പ്രദേശത്തുള്ള ഒരു കുഞ്ഞാലൻ സാറുണ്ടായിരുന്നു. BA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒതളൂർ ഭാഗത്തൊരു ശശി സാറുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ടോ അറിയില്ല. 2-ാം വർഷത്തിൽ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ ഇബത്ത് സാറിൻ്റെയും ഖാദർ സാറിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന MS മുഹമ്മദ് സാറ്, കോട്ടയം. അദ്ദേഹം ഇപ്പോൾ അന്തമാനിലാണ് ജോലി ചെയ്യുന്നത്. ഇബത്ത് സാറ് ഹൈക്കോർട്ടിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ അവസാന വർഷം പഠിപ്പിച്ചിരുന്നത് ചങ്ങരംകുളത്തുള്ള പ്രസാദ് സാറായിരുന്നു. ഇങ്ങനെ 5-6 പേരാണ് ചരിത്രം ഇവിടുന്ന് പഠിപ്പിച്ചിരുന്നത്. എൻ്റെ വിഷയം അതാണ്. ഞാൻ ഗവേഷണം അതിലാണ് നടത്തിയത്. ഇപ്പോൾ ജോലി കിട്ടിയതും പഠിപ്പിക്കുന്നതും ഒക്കെ ചരിത്രത്തിലാണ്. കുറേ ഗ്രന്ഥങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും അതിൻ്റെ ഉള്ളടക്കം ക്രമീകരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ചരിത്ര സംഭവത്തെ അധികരിച്ച് 6 വാള്യങ്ങളുള്ള മലബാർ സമരം 6 വാള്യങ്ങൾ എന്ന ഗ്രന്ഥ പരമ്പര, അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി അതിൻ്റെ ഉള്ളടക്കം ക്രമീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. KK കുറുപ്പായിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ. പക്ഷേ ആ ചരിത്രം എന്ന മേഖലയേക്കാളും മതപരമായ വിഷയങ്ങളിൽ പഠിക്കാൻ എനിക്ക് അവസരം തന്നത് ഈ അസബാഹിൻ്റെ ഒരു തനിമയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായി മിമ്പറിൽ കയറിയത് ഇവിടെയാണ്. എനിക്കന്ന് അതിന് ഊർജം നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ രക്ഷിതാവായിരുന്ന ഇബ്രാഹിം കുട്ടി മാഷാണ്. വ്യാഴാഴ്ച തലേന്ന് ചിലപ്പോൾ പറയും നാളെ ഒരു ഹുതുബ പറയണമെന്ന്. കുട്ടിയായിരിക്കുമ്പോൾ അത് വലിയ ബേജാറാണ്. അഫ്ളലുൽ ഉലമ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ള ആയത്തുകളും ഹദീസുകളും അതിനുള്ള ചരിത്ര സംഭവമൊക്കെ എനിക്ക് പറഞ്ഞു തരും. സാറ് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഹുതുബ പറഞ്ഞ് ഇറങ്ങി എനിക്ക് പേടിയാണ്. ആദ്യം എന്നെ വിളിച്ചിട്ട് തോളിൽ കൈ വെച്ച് ഇജാ പറഞ്ഞ എന്നിൽ തെറ്റുണ്ട്, ഇന്നത് ശരിയായില്ല, ആയത്തോതിയിൽ ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഒരു വലിയ തിരുത്തലായി പിന്നീടുള്ള വളർച്ചയിൽ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം അഫ്ളലുൽ ഉലമക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ പോയി ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ
അനുവാദം ചോദിച്ച് ആ ക്ലാസ് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് സുലൈമാൻ സ്വബാഹിയുടെ അവിടെ ഫസീലത്താൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഖുർആൻ ഓതുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു, സൂറത്ത് ഖസസ് ഓതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു പ്രിയങ്കരന അധ്യാപകനാണ് അബ്ദുള്ള സ്വലാഹി. അദ്ദേഹത്തിന് അത് ഓർമ്മ ഉണ്ടാവില്ല, ഖസസ് സൂറത്ത് പഠിപ്പിച്ച അദ്ദേഹമാണ്. അന്ന് തന്നെ ഞാനത് മനഃപ്പാഠമാക്കി, ഇന്നും അത് ഓർമ്മയുണ്ട്. ആ പാരായണ ശൈലിയും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ വളരെ ആഴത്തിൽ മനസ്സിൽ പതിപ്പിച്ച് തന്നത് അദ്ദേഹമായിരുന്നു. നഹുൽ വാളി 3 വാള്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചത് ഇന്നും മനസ്സിൽ നിൽക്കുന്നു. അറബി ഭാഷയോടും ഖുർആനിനോടും ഇസ്ലാമിക വിഷയങ്ങളോടുമൊക്കെ വലിയ താല്പര്യമുണ്ടാക്കിയ അധ്യാപകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവർ. ചരിത്രം ഔപചാരിക വിഷയമായി എടുത്തിട്ടും മതകാര്യങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്ന അധ്യാപകർ, അതാണ് അസ്സബാഹിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം എന്നാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ മൈമൂന ടീച്ചർ, ജുബൈര ടീച്ചർ, ഫാത്തിമ ടീച്ചർ, വഹീദ ടീച്ചർ, സീനത്ത് ടീച്ചർ, ഇവരൊക്കെ ഇന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഇത് പഠിപ്പിച്ച് തന്ന ആളുകളാണ്. ഇവിടെയുള്ള അസീസ, അദ്ദേഹം അന്നും ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് പന്താവൂർ, അതേപോലെ കോലിക്കര ഒരു കുഞ്ഞു മുഹമ്മദ് കണ്ടായിരുന്നു, ഇവിടെ മഹർ ജ്വല്ലറിയുടെ ഉടമ, അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. അതേപോലെ അമീദ് മാഷി, ഇവരൊക്കെയാണ് അന്ന് ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന, എപ്പോഴും ഇവിടെ വരികയും സഹകരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ. ഇവരൊക്കെ രക്ഷിതാക്കളാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഇബ്രാഹിം ടി മാഷും ടീച്ചർ ആയിഷ ടീച്ചറുമാണ്. എൻ്റെ ഇവിടുത്തെ 5 വർഷത്തെ ഉമ്മയും ഉപ്പയുമായിരുന്നു അവർ. ഞാൻ കുറേ രാത്രികൾ ഉറങ്ങിയിരുന്നത് ആ വീട്ടിലായിരുന്നു. ഷാനിബ് എൻ്റെ കൂട്ടായിരുന്നു. അതേപോലെ തന്നെ മുജീബ്ക്ക ഗൾഫിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇടക്കുണ്ടാകുമായിരുന്നു. വലിയ ഒരു അത്താണിയായി എന്നെ വളർത്തിക്കൊണ്ടുവന്നത് അവരായിരുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ ഇവിടെയുള്ള പേരെടുത്ത് പറയാത്ത കുറേ ആളുകൾ. ഏതായിരുന്നാലും എന്തൊക്കെ നേട്ടം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അസ്സബാഹിനുള്ളതാണ്, ഈ അധ്യാപകർക്കുള്ളതാണ്, ഇവിടെ ജോലി ചെയ്തിരുന്ന അലി സാഹിബ് അടക്കമുള്ള ആളുകൾക്കുള്ളതാണ്. ഒരു ഷംസുക്കുണ്ടായിരുന്നു, അലി സാഹിബ് ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അവർ പലരും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്നതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായിരുന്നാലും മതപ്രബോധന രംഗത്തും പ്രചാരണ രംഗത്തും ദഅവത്ത് രംഗത്തും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന മേഖലയിലുമൊക്കെ നിറഞ്ഞു നിൽക്കാനും പ്രവർത്തിക്കാനും കരുത്ത് പകർന്നതും പ്രചോദനമേകിയതും ഇവിടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട അധ്യാപകരാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ആ ഒരു പോളിസി, ഇത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുക, പ്രോത്സാഹനം കൊടുക്കുക, ഏത് രാത്രി അവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും വണ്ടി വിളിച്ച് കുട്ടികളെ കൊണ്ടുപോവുക, അതിനുള്ള പ്രചോദനം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം ഇനിയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി ഈ സ്ഥാപനത്തിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരാഴ്ച മുമ്പ് കരുവാരകുണ്ട് വെച്ച് നടന്ന ഒക്കാസ് പരിപാടിയിൽ അവിടെ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് അസ്സബാഹിൻ്റെ പേരവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അസീം മദനി അദ്ദേഹം ഇങ്ങോട്ട് കാല് കുത്തിയത് മുതൽ എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അസ്സബാഹിൻ്റെ പേര് പ്രത്യേകിച്ച് ഭാഷാ മേഖലയിൽ അസ്സബാഹ് ഇങ്ങനെ സ്ഥാനം പിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചടുലമായ കാൽവെപ്പുകൾ കൊണ്ടാണെന്ന് ബോധ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ഈ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാനും ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്താനും അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സബാഹിലെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട്